മലയാള സിനിമയിലെ മുൻനിര താരങ്ങളോടൊപ്പം നിൽക്കേണ്ട നടനായിരുന്നു റഹ്മാൻ. എന്തുകൊണ്ട് റഹ്മാനെ ഉപയോഗപ്പെടുത്തിയില്ല? അതിന് കാരണം സിനിമയിലെ ചില ലോബികളാണ്. നമസ്കാരം. പത്മരാജന്റെ കൂടെവിടെ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കും സുഹാസിനിക്കുമൊപ്പം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രത്തിലൂടെ യൂത്തിന്റെ ഹരമായി മാറിയ നടൻ. പിന്നീട് റഹ്മാന്റെ വളർച്ചയുടെ കാലമായിരുന്നു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 80കളിലും 90കളിലും മലയാളത്തിൽ സജീവമായിരുന്ന റഹ്മാൻ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്നു. പ്രണയകഥകളിലൂടെ, പ്രണയ കഥാപാത്രങ്ങളിലൂടെ പ്രണയനായകനായി വിലസിയ റഹ്മാൻ വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി. റഹ്മാൻ ഫാൻസുകൾ ഉണ്ടായി. യുവനായികമാരുടെ പ്രിയപ്പെട്ട നായകനായി. പത്മരാജൻ, IV ശശി, ഭരതൻ, സത്യനന്ദിക്കാട്, സേതുമാധവൻ സാർ തുടങ്ങി മലയാളത്തിലെ പ്രശസ്തരായ സംവിധായകരുടെ സിനിമയിൽ തുടർച്ചയായി അഭിനയിച്ചിരുന്ന റഹ്മാനെതിരെ അന്നത്തെ ചില നടന്മാരും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഗൂഢശ്രമങ്ങളാണ് മലയാളത്തിൽ നിന്ന് റഹ്മാനെ അകറ്റിയതെന്ന് റഹ്മാനുമായി അടുപ്പമുള്ളവർ പറയുന്നു. റഹ്മാൻ പ്രശ്നക്കാരനാണ്, ദേഷ്യക്കാരനാണ്, കൃത്യസമയത്ത് ലൊക്കേഷനിൽ വരില്ല, നേരെ ചൊവ്വേ പടം പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നൊക്കെ കഥകൾ മെനഞ്ഞുണ്ടാക്കി ആക്രമണം നടത്തിയപ്പോൾ നിർമ്മാതാക്കൾ ആശങ്കയിലായി. റഹ്മാനെ വെച്ച് പടം ചെയ്താൽ കുഴപ്പമാകുമോ എന്നവർ സംശയിച്ചു. പല പടങ്ങളും ഒഴിവായിപ്പോയി. എഗ്രിമെന്റ് ചെയ്ത പടങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി. പടങ്ങൾ കുറഞ്ഞു. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് എത്താൻ 2-3 വർഷങ്ങളുടെ ഇടവേളകളുണ്ടായി. അതേസമയം മലയാളം കൈവിട്ടപ്പോൾ റഹ്മാൻ മറ്റു ഭാഷകളിലേക്ക് ചേക്കേറി. അവിടെ തിരക്കിലായി. തമിഴ് സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ ബാലചന്ദർ സാറിനെ പോലെയുള്ള, ഭാരതിരാജയെ പോലെയുള്ള സംവിധായകരുടെ പടങ്ങളിൽ തുടർച്ചയായി അഭിനയിച്ചു. റഹ്മാൻ എന്ന നടൻ തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമായി. വ്യത്യസ്ത ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു കോക്കസിന്റെയും ഭാഗമായില്ല എന്നത് റഹ്മാനെ കുറിച്ച് പറയാവുന്ന ഒരു പോരായ്മ തന്നെയാണ്. എല്ലായിടത്തും കോക്കസുകൾ പിടിമുറുക്കുമ്പോൾ ആ വേലിക്കെട്ടിന് പുറത്തു നിൽക്കുന്നവർ ഒറ്റപ്പെടാനും ഒറ്റപ്പെടുത്താനും സാധ്യത ഏറെയാണ്. അതിന്റെ ഉദാഹരണമാണല്ലോ റഹ്മാൻ. റഹ്മാനെ പോലെ മാറ്റി നിർത്തപ്പെട്ട ഒരു നടനാണ് ദേവൻ. മലയാളത്തിലെ സുന്ദരനായ വില്ലൻ എന്നാണ് ദേവൻ അറിയപ്പെടുന്നത്. പലരും തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ നടനാണ് ദേവൻ. റഹ്മാനെതിരെയുള്ള ആരോപണങ്ങൾക്ക് അന്നും ഇന്നും പഞ്ഞമില്ല. ഇപ്പോൾ റിലീസ് ചെയ്ത അനോമി എന്ന സിനിമയിലും റഹ്മാൻ മാറ്റി നിർത്തപ്പെട്ടു. എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന് പറയേണ്ടത് ആ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനുമാണ്. ആ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളിൽ റഹ്മാനെ കണ്ടില്ല. ദുബായിൽ വെച്ച് നടന്ന ഒരു ട്രെയിലർ ലോഞ്ചിൽ റഹ്മാൻ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു പ്രൊമോഷൻ വർക്കുകളിൽ ഒന്നും റഹ്മാനെ കണ്ടില്ല. അനോമി എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന നടനാണ് റഹ്മാൻ. അപ്പോൾ റഹ്മാൻ ഇവിടെ ഉണ്ടായേ മതിയാവും. മറ്റൊരു സംഗതി, ഈ സിനിമയിൽ റഹ്മാൻ നേരിട്ടല്ല ഡബ് ചെയ്തിരിക്കുന്നത്. മറ്റാരോ ആണ് റഹ്മാനു വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത്. റഹ്മാന്റെ കുഴപ്പം കൊണ്ടോ റഹ്മാന് സമയമില്ലാഞ്ഞിട്ടോ അല്ല ഈ പരാക്രമം. ഏത് ഭാഷയിൽ അഭിനയിച്ചാലും റഹ്മാൻ നേരിട്ട് തന്നെയാണ് ഡബ് ചെയ്യുന്നത്. ഇനി മറ്റൊരാൾ ഡബ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആർട്ടിസ്റ്റിന്റെ അനുവാദം വാങ്ങി വേണം അത് ചെയ്യാൻ. അങ്ങനെയുള്ള ചില മര്യാദകളൊക്കെ സിനിമയിലുണ്ട്. അപൂർവം സിനിമകളിൽ സമയക്കുറവ് മൂലം റഹ്മാന്റെ അനുവാദത്തോടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്തിട്ടുണ്ട്. പൊന്നിയിൻ സെൽവം എന്ന പടത്തിൽ റഹ്മാന്റെ ശബ്ദം വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് മണിരത്നം. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അനോമിയിൽ നിന്ന് റഹ്മാനെ ബോധപൂർവം ഒഴിവാക്കിയതാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അനോമിക്ക് വേണ്ടി ചോദിച്ചതിൽ കൂടുതൽ ദിവസം വർക്ക് ചെയ്ത് സഹകരിച്ച നടനാണ് റഹ്മാൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കിന് നടൻ ബിജു മേനോൻ സഹകരിച്ചില്ലെന്ന കാരണത്താൽ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിനിമയുടെ നിർമ്മാതാവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി നൽകിയിരുന്നു. ആ പരാതി പരിശോധിച്ച് 15 ലക്ഷം രൂപ ബിജു മേനോൻ നിർമ്മാതാവിന് നൽകണമെന്ന് അസോസിയേഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ അനോമി എന്ന സിനിമയുടെ പ്രൊമോഷന് റഹ്മാൻ വരാത്തതിൽ നിർമ്മാതാവിന് പരാതിയില്ല, നഷ്ടപരിഹാരവും വേണ്ട. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. അത് ആരുടെ പക്ഷത്താണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ചിലർക്ക് ചിലരെ വളരെയധികം ഇഷ്ടപ്പെടും. എന്തിനെന്ന് പോലും അറിയില്ല. അതൊരു ഇഷ്ടമാണ്. റഹ്മാൻ സൂപ്പറാണെന്ന് പറയുമ്പോൾ തന്നെ സിനിമയിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ ഒതുക്കാനും ശ്രമിച്ചു. ശ്രുതിപാഠകരില്ല, ലോബികളില്ല, സിനിമാക്കാരൻ്റെ ജാടകളില്ല. ഇതൊക്കെയാവാം റഹ്മാന്റെ അയോഗ്യത. എല്ലാ ആക്ഷേപങ്ങളെയും അയോഗ്യതകളെയും മറികടന്ന് പറന്നുയരാൻ റഹ്മാന് സാധിച്ചത് ആ ബോൾനെസ്സും നടനെന്ന നിലയിലുള്ള സ്വീകാര്യതയുമാണ്. ഇപ്പോഴും യുവത്വം വിട്ടുമാറാതെ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും ഉയർന്നു നിൽക്കുന്ന റഹ്മാന് മുന്നിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് കാത്തിരുന്ന് കാണാം.